അപ്പൊ നമുക്ക് പരിപാടി. എടാ സത്യം പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തില് റിക്രൂട്ട്മെന്റ് ഒക്കെ എടുക്കുന്ന സർക്കിളാണ്. അണ്ണൻ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് സത്യം പറഞ്ഞാൽ. എല്ലാരും അതെ ഞാൻ പറയാം, അങ്ങോട്ട് മാറിയില്ലേ. എടാ ഇവനെ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ പറഞ്ഞ കൂടി പോകും കേട്ടാ ഇതിക്കോടെ കേട്ടാ. അപ്പം അണ്ണനെ നമ്മളെല്ലാരും മിസ് ചെയ്യുന്നു. എല്ലാരും പറയടാ. സരക്കണ്ണനെ അങ്ങ് മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അറിയാം. എത്രയും പെട്ടെന്ന് വരണം. ഇത് സത്യത്തെ ചരണൊക്കെ മെനിയാന്ന് 3 വട്ടം കരഞ്ഞു. 3 വട്ടം കരഞ്ഞു. ഓക്കെ അപ്പൊ പരിപാടി എല്ലാം സെറ്റല്ലേ? ചരണ എല്ലാം സെറ്റല്ലേ? ഓക്കെ അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ പരിപാടി തുടങ്ങുവാണ്. പരിപാടി ആരംഭിക്കുകയായി. അപ്പം ചെറാ നീ ഓക്കെ പറഞ്ഞാ മതി, നമുക്ക് നിങ്ങൾ റെഡി അല്ലേ? തുടങ്ങണ മുമ്പേ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ് ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? കുറച്ച് നല്ല റിക്രൂട്ട്മെന്റ് ആണ് ഗൈസ്. കുറച്ച് അൺറേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. നിങ്ങളെ വലിയ കേട്ട് പരിചയം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്ര പേർക്ക് അറിയാന്ന് അറിഞ്ഞൂടാ. ബട്ട് കുറച്ച് അൺറേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. മെയിൻലി നമ്മൾ നോക്കണത് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൺ പവർ, കമ്മ്യൂണിക്കേഷൻ ലൈക്ക് നമ്മൾ നോക്കില്ല. ഗൺ പവർ തന്നെയാണ്, ഗൺ പവർ പ്ലേയേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് കുറച്ചും കൂടി പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കൺസിഡറേഷൻ നമ്മൾ വെച്ചിട്ട് എടുക്കുന്ന പ്ലേയേഴ്സ് ആണ്. ഓക്കെ സോ റെഡി, ലെറ്റ്സ് ഗോ. റെഡി. ഓക്കെ അങ്ങ് പ്ലേ ചെയ്തോ. இந்த உலகமே உன்னை எதிர்த்தாலும் எல்லா சூழ்நிலையும் நீ தோத்துட்டேன்னு உன் முன்னாடி நின்று அலர்னாலும் நீயா ஒத்துக்கிற வரைக்கும் எவனாலும் எங்கேயும் எப்போவும் உன்னை ஜெயிக்க முடியாது. Kutusan, welcome to Dayos Kutusan. കുട്ടുസ ഇപ്പൊ ഒന്ന് വെൽക്കം ചെയ്. സെൽഫായിട്ട് നിന്നെ ഒന്ന് വെൽക്കം ചെയ്. എന്നെ വെൽക്കം ചെയ്യാനാ? അല്ല നിന്റെ അതന്നെ നിന്റെ അതന്നെ. എന്റെ പേര് നീ പറഞ്ഞോടാ, അവിടെ ഇത് റാഗിങ് ആണ്. നീ പറഞ്ഞോ, നിന്നെ പറ്റി പറഞ്ഞോ. ഒരു മിനിറ്റ് എന്തിനാണ് ഒന്നുകൂടി പറ. അത് മതി കുട്ടൂസാൻ, അത് മതി. മോഡ് അത് നമ്മളെ മോഡ് കുട്ടൂസനാണ്. നമ്മളെ ചെറുക്കനെ ഇവ ചില്ലറ വിത്തൊന്നും അല്ല. ഇത് നിങ്ങളെ കാണാം, ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇവൻ ഗൈസ് നമ്മളെ മോഡറേറ്ററായി നിന്ന പയ്യനാണ്, മനസ്സിലായി? മോഡറേറ്റർ പയ്യനാണ് ഇവൻ. അന്തേരി കയറി, അന്തേരി കളിച്ച്, അതേപോലെ തന്നെ കിടിലം പ്ലെയർ ആണ് ഗൈസ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കിടിലം പ്ലെയർ. എടാ പോയാ കുട്ടി സാർ? റെഡി. സൗദി റിയാൽ 85. രണ്ടാമത്തെ മിണ്ടാറ അടുത്ത அவனுக்கு எந்த பிரச்சனையும் இல்லை. இப்ப கூட நான் சொன்னது அமைதியா கேட்டான். இப்ப அவனுக்கு டெலிவிஷன் வரல.
ஒருவேளை வந்தா பெரிய பிரச்சனை ஆயிடும். சின்ன வயசுல டெலிவிஷன் வந்தா அனிமல் மாதிரி வெறி ஆயிடும். அந்த மாதிரி யாராவது மாட்டிக்க போறாங்கன்னா கவலைப்படுறேன் சார். അമ്മ പയ്യൻ വന്നേ. ഫിഗോ ഫ്രണ്ടിലോട്ട് വാടാ. ആ നമ്മൾ അന്തേരിയിലെ ചെറുക്കനാണ് ഫിഗോ. അവിടുത്തെ മുട്ടം പ്രാക്ടീസ് അങ്ങനെ തന്നെ പറഞ്ഞു. എല്ലാം അതുപോലെ തന്നെ പറഞ്ഞു. പറട്ടെ അന്തേരി ഡൗൺ ആയല്ലോ അണ്ണ. അന്തേരി ഡൗൺ ആവില്ലടാ. അന്തേരിന്ന് 2 പ്ലേയേഴ്സിനെ എടുത്തിട്ടുള്ളൂ. അന്തേരി ഡൗൺ ഒന്നും ആവത്തില്ല. അത് മാത്രല്ല ഇവിടെ ഇപ്പൊ ഡിമാൻഡില് ബെല്ലാരി ഡിസ്മാൻഡിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ബെല്ലാരിയിലെ കുറച്ച് പ്ലേയേഴ്സ് നേരെ അന്തേരിയിലോട്ട് കയറും. ആ ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാം. സിനിമാറ്റിക് ചെയ്തത് നമ്മുടെ മാമനാണ്. പിന്നെ എഡിറ്റ് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ സുനിമോനാണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മാമനും പിക്കാച്ചും ഒക്കെ മെനിങ്ങാന്ന് രാത്രി വന്നിരുന്ന് എഡിറ്റ് ചെയ്തതാണ്, അല്ല സിനിമാറ്റിക് ചെയ്തതാണ്. അതാണ് ഒരു വെറൈറ്റി ഒരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്താണ് ഒരു റൂമിന്റെ അകത്തല്ലായിരുന്നു. അതിനെ പേടിച്ച് വരണ്ടിരിക്കണ. അടുത്ത സെക്ഷനിലോട്ട് വിളിക്കാം നിന്നെ. വെയിറ്റ് അടുത്ത ഒരു മിനിറ്റ്, ഞാൻ കുറച്ചൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇത് ഒരു മുതലാണ്, ഏറ്റവും മുതലാണ് ഈ റിക്രൂട്ട്മെന്റ്. ഇത് രണ്ടുപേരും ഇപ്പൊ അന്തേരിന്ന് 2 പേരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വരുന്ന മുതല് ഒരു 1.5 മുതലാണ്. അടുത്ത വരാൻ പോകുന്ന മുതലും 1.5 ആണ്. ഓക്കെ, സോ എടാ റെഡി എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നു. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സാർ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവും. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. മംഗലശ്ശേരി ടൈസൺ, വെൽക്കം ടു ഡയോസ് ടൈസൺ. സ്കോർ ചെയ്തണ്ണ ഇത് കൊണ്ടുപോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ടൈസൺ ഇപ്പൊ കേറേണ്ടതല്ല. നമ്മളെ ഈ ഡിസ്മാൻഡില് മുമ്പേ നമ്മളെ സെലക്ട് ചെയ്ത് വെച്ച ഒരു പ്ലെയർ ആയിരുന്നു, മനസ്സിലായോ? അവൻ ഇത്രയും ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാങ്, അതായതടാ ഗ്യാങ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവ ഇരുന്ന് ഷോക്കായി മൊത്തത്തില്, മനസ്സിലായോ? അന്ന് മുതൽ ഇന്ന് വരെ ഒരു അവൻ കളിച്ചുകൊണ്ടിരുന്ന ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡയോസിൽ കയറാൻ വേണ്ടി ഇത്രയും ദിവസം അവൻ വെയിറ്റ് ചെയ്തിരുന്നു, മനസ്സിലായോ? 1 മാസത്തോളം അവൻ വെയിറ്റ് ചെയ്തിരുന്നു ഡയോസിൽ കയറാൻ വേണ്ടിട്ട്. എടാ വെൽക്കം അവർ ഫാമിലി ടൈസ. ഡിലേ ആണ്, സോറി. ഓക്കെ, നീലന്റെ ചെറുക്കനാണ്, മംഗലശ്ശേരി പയ്യനാണ് നമ്മളെ.
ഹലോ ഹലോ കേക്കാവോ ആ വീഡിയോ എന്തിനല്ലേ ഹലോ, പൊളിച്ചല്ലേ ഹലോ. വീഡിയോ അല്ലേ തന്തയാടാ വരാൻ പോണെന്നൊക്കെ പറഞ്ഞു. അയ്യോ അത് ഒരു 1.5 എൻട്രി ആയിരുന്നു അത്. എന്താ അത് പറയാത്ത എടാ എടാ പോരട്ടെ എന്നിട്ട് ആ മതി 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 മതി. ആ ചെറുക്ക എല്ലാരും മാറില്ലേ ഇത് കഴിഞ്ഞ് നമുക്ക് വരാം. ഓക്കെടാ ഞാൻ ഇവിടെ നില്ലടാ. ചറ അടുത്ത റെഡി അല്ലടാ? അപ്പൊ അടുത്ത പറയട്ടെ. വിഷയമാണ്, അടുത്തതും കുറച്ച് വിഷയമാണ് ഗൈസ്, കുറച്ച് സീനാണ്. അവളെ ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി 2000 rupees. சொல்றாங்க சார் அவன் ஐட்டங்கார கூட கிடையாது. அன்னைக்கு வெறும் புறா வளர்க்குற பையனா இருந்தவன் அது இந்த அவன் வேற லெவல் ஆயிட்டான்னு சொல்லுவாங்க சார். நம்மளால அவனை தொட கூட முடியாது சார். அவன் பேர் என்ன சொன்ன? So KKB Luca, welcome to Dios. Luca, come on. KKB-യില് കളിച്ച പ്ലെയറാണ് ഗൈസ്. ലൂക്ക എന്നാണ് പേര്. ലൂക്ക ആർക്കെങ്കിലും അറിയാമോ? ഹലോ ലൂക്ക വെൽക്കം ഡയോസ്. പറഞ്ഞോ നീ നിന്റെ ചെറുതായിട്ട് നിന്റെ പേര് കാര്യങ്ങള് ഒക്കെ ഒന്ന്. എന്റെ പേര് ലൂക്ക, KKB-യിലാണ്. KKB-യില് മാത്രമാണോ കളിച്ചത്? വേറെ ഏതെങ്കിലും? KKB VNB ആയിരുന്നു ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് KKB-യിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്. അടിക്കണമെന്നുള്ള മെന്റാലിറ്റി ആണോ വന്ന്? അത് ഐഡന്റിറ്റി, അവന്റെ ഐഡന്റിറ്റി ഇതാണെന്ന് കണ്ടില്ലേ നിങ്ങള്? ബൈക്ക് സ്റ്റണ്ടാണ് ആള്, സ്റ്റണ്ടറാണ്. ചുമ്മാ അപ്പുറത്തെ മലയിൽ ചാടുമ്പോ താഴെ കിടക്കുന്നതാണ്. ഓക്കെ ഇൻട്രോഡ്യൂസ് ഇപ്പഴല്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വെക്കാം. ഒന്നും കൂടി കഴിഞ്ഞിട്ട് പിടിക്കണോന്നാ. ഓക്കെ കുട്ടൂസറി കൊടുക്കാൻ കുട്ടൂസ് എവിടെ? കുട്ടൂസ് റെഡി. താങ്ക് യു സോ മച്ച് ഫോർ ദി 2000 rupees super chat. ലവ് യു. സത്യം അടുത്ത സെറ്റ് അടുത്ത കുറച്ച് കിടിലം പയ്യനാ. കുറച്ച് കിടിലാണ്. എനിക്കറിയാം. അടുത്ത നിമിഷം എത്തും. ആ കൈയുടെ ഒരു ഗുണം കൊണ്ടവനൊന്നും മറക്കുകയല്ല, ചാവുന്നവരെ ആ ചൂട്. ഇത് വലിയെന്തോ കളിയാ. നാട്ടിലേക്ക് മറ്റൊരു പേരോടുണ്ട്, ഒരു വിളിപ്പേര്. അത് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്കറിയായിരിക്കും. വെൽക്കം ടു ഡയോസ് ആർഗോ. This is your brain when you're struggling to focus. And this is your brain when you're in the zone. But ഷോ സ്റ്റീൽ ചെയ്ത്
ഇവിടെ ഇവ മറ്റേ ക്യാരക്ടർ അടിച്ചു വന്ന കേട്ടാ, സെയിം ക്യാരക്ടർ. എത്ര കഷ്ടപ്പെട്ടറാ നീ ഈ ക്യാരക്ടർ അടിക്കാൻ. ഇതാണല്ലേ എനിക്കൊരു വെല്ലുവിളി ആവില്ല. എന്താണ് വെല്ലുവിളി? അവൻ എങ്ങനെ ഇരിക്കണം, നീ എങ്ങനെ ഇരിക്കണം? ആ ശരിയാണല്ലോ, അത്യാവശ്യം ഒരു സെയിം ആണല്ലേ. മുടി വ്യത്യാസം ഉണ്ടെന്നാ. ആ മുടിയൊക്കെ വ്യത്യാസമുണ്ട്. ആ പറടാ ഇറക്കോ നിന്നെ പറ്റി ഒരു 2 വാക്ക്. എന്നെ പറ്റിയിട്ട് KKB എന്നാണ് തുടങ്ങിയ ഇത് 3ാമത്തെ ഗ്യാങ്ങാണ്. KKB അവിടെ നിന്ന് MG3, ഇവിടെ നിന്ന് ഡയോസിലോട്ട്. ഇനി എങ്ങോട്ടും പോകില്ല. ഇനി ലോക്ക്ഡൌൺ. ഇനി ലോക്ക്ഡൌൺ. വാ എല്ലാരും